നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ FC ബാഴ്സലോണയുടെ എതിരാളികൾ PSG ആണ്. എന്തായാലും ഇപ്പോൾ മികച്ച രൂപത്തിൽ പോകുന്ന ടീമാണ് PSG. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ചാവി പരിശീലക സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞതിന് ശേഷം അവരും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ബാഴ്സയുടെ താരങ്ങൾ ഈ കളിയെക്കുറിച്ച് ഇപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. വിക്ടർ റോക്ക് പറയുന്നു PSG ആണ് എതിരാളികൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കോംപ്ലിക്കേറ്റഡ് മത്സരമായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷേ UCL വിജയിക്കണമെങ്കിൽ നമുക്ക് ഇന്ന എതിരാളിയുമായിട്ടേ കളിക്കാൻ പറ്റൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് കളിക്കുക, ഇമ്പ്രൂവ് ചെയ്യുക, ഇതാണ് ചെയ്യാനുള്ളത് എന്ന് ബാഴ്സലോണയുടെ യുവ ബ്രസീലിയൻ താരം വിക്ടർ റോക്ക് പറയുന്നു. അതേസമയം റാഫീഞ്ഞ, മറ്റൊരു ബ്രസീലിയൻ താരമായിട്ടുള്ള റാഫീഞ്ഞ പറയുന്നത് 8 ടീമുകളും ഫേവറിറ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഏത് ഓപ്പണൻസിനെതിരെ കളിക്കുകയാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. PSG ആകുമ്പോഴും അതങ്ങനെയാണ്, ബുദ്ധിമുട്ടേറിയ മത്സരമായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് നന്നായിട്ടറിയാം എന്നാണ് റാഫീഞ്ഞ പറയുന്നത്. അതേസമയം റോബർട്ട് ലെവൻഡോസ്കി പറയുന്നു, എനിക്കുറപ്പുണ്ട് ഞങ്ങൾ PSG-ക്കെതിരെ ബെറ്ററായിട്ട് കളിക്കും, ഞങ്ങൾ മത്സരം വിജയിച്ച് സെമി ഫൈനൽ കളിക്കാൻ പോവുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് ലെവൻഡോസ്കി പറയുന്നു. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. PSG എന്ന് പറഞ്ഞാൽ എംബാപ്പെ മാത്രമല്ല, അവിടെ ഒസ്മാൻ ഡെംബലയും ഉണ്ട്. ഡെംബലയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വളരെ ഇമോഷണലായിട്ടുള്ള ഒന്നായിരിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നു. അപ്പം ലാമിൻ യമാൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കൂടി നോക്കാം. അദ്ദേഹം പറയുന്നു, PSG-ക്കെതിരെയുള്ള മത്സരം എന്തായാലും ഇതുപോലെയൊക്കെ തന്നെയാണ് ഞങ്ങൾ നാപ്പോളിക്കെതിരെയും കളിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നന്നായിട്ട് പരിശ്രമിക്കും, അടുത്ത റൗണ്ടിലേക്ക് കയറി പോകാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുമെന്നാണ് ലാമിൻ യമാൽ പറയുന്നത്. ജാവോ ഫെലിക്സ് പറയുന്നത്, ഞങ്ങൾക്കറിയാം PSG നേരിടുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്ന്. അവർക്ക് നല്ല ടീമുണ്ട്, അവർ നല്ല രൂപത്തിൽ ട്രെയിനിങ് നടത്തുന്നു, അവർക്ക് നല്ല താരങ്ങളുണ്ട്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് സെക്കൻഡ് ലെഗ് ഞങ്ങളുടെ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നതെങ്കിൽ അത് ഞങ്ങൾക്ക് ഗുണകരമായിട്ടും മാറും എന്നാണ് ഇപ്പോൾ ജാവോ ഫെലിക്സ് പറയുന്നത്. എന്തായാലും കടുത്ത ഒരു പോരാട്ടത്തിന് തന്നെ വേദി ഒരുങ്ങുന്നു എന്ന് വേണം ഈ താരങ്ങളുടെ വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ഫിക്സർ നറുക്കെടുപ്പ് വന്നപ്പോൾ കിടിലൻ പോരാട്ടങ്ങളാണല്ലോ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇപ്പം ക്വാർട്ടർ ഫൈനലിലെ ആദ്യപാദ മത്സരങ്ങൾ നടക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ 10-ാം തീയതി ആദ്യ മത്സരങ്ങൾ നടക്കുന്നു. 11-ാം തീയതി, അതായത് 10-ന് രാത്രി തന്നെയാണ്, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 11-ാം തീയതി പുലർച്ചെ 12:30-നാണ് PSG-യും ബാഴ്സലോണയും തമ്മിൽ പാർക്ക് ദസ് പ്രിൻസസിലുള്ള കളി. പിന്നെ രണ്ടാം പാദ മത്സരം 16-ാം തീയതിയാണ്. ഏപ്രിൽ 16 എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഏപ്രിൽ 17 പുലർച്ചെ 12:30-ന് ബാഴ്സലോണയുടെ മൈതാനത്ത് ബാഴ്സയും PSG-യും തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.